ഇനി നമ്മൾ നഗോമിയിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഈ ജാപ്പനീസ് ടെക്നോളജി എങ്ങനെയാണ് സ്ലീപ്പിനെ എൻഹാൻസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ടെക്നോളജിയാണ്. ഒരെണ്ണം നമ്മൾ സോഫ്റ്റ് റീബൗണ്ട് പറയും. നോർമലി ഇന്ത്യയിൽ റീബൗണ്ട്സ് അവൈലബിൾ. അതാണ് മെജോറിറ്റി ആയിട്ടുള്ള ഒരു ഫോം മാട്രസിന്റെ ബേസ് ലെയർ വരുന്നത്. നമുക്ക് കുറച്ച് ഹാർഡായിരിക്കും. അത് ഹാർഡ് ആയതുകൊണ്ട് ഹൈ ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെ മാട്രസിന്റെ ലോങ് ലാസ്റ്റിങ്ങിന് അത് സഹായിക്കും. പക്ഷെ ആ മാട്രസിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫീൽ ഗുഡ്, അതായത് നമ്മളൊരു മാട്രസിൽ ഇപ്പോൾ പറഞ്ഞ ഒരു കുഷനബിൾ എഫക്റ്റ് കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ മാട്രസിലോട്ട് വരികയാണെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റീബൗണ്ട് എന്നാണ് സോഫ്റ്റ് റീബൗണ്ട്. ഒരു പോക്കറ്റ് സ്പ്രിംഗ് മാട്രസിൽ കിടക്കുമ്പോഴുള്ള ഫീൽ എങ്ങനെയായിരിക്കും, ആ ഒരു ഫീൽ നമുക്ക് ഫോം മാട്രസിൽ അവൈലബിൾ ആയിരിക്കും. നോർമലി ഇവിടെ റീബൗണ്ട് ബേസിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ വേസ്റ്റും കൂടി പ്രിപ്പയർ ചെയ്ത് അവർ ആണ് ഈ ഒരു ബ്ലോക്ക് റീബൗണ്ട് എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ഫോം ഇൻലൈൻ പ്രൊഡക്ഷൻ എന്നാണ് പറയുക ഈ ഫോമിന്റെ പ്രൊഡക്ഷൻ. നോർമലി ഇന്ത്യൻ റീബൗണ്ട്സ് എല്ലാം കളർ മിക്സ് ചെയ്തിട്ട് ഒരു ഓറഞ്ച്, റെഡ്, കാരണം അവരുടെ കയ്യിൽ ഡിഫറെൻറ്റ് ഫോം ആയിരിക്കും. അപ്പോൾ അവർ ഒരു സിംഗിൾ കളറൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. നമ്മുടെ എല്ലാം വിർജിൻ ഫോംസ് ആണ്. അതാണ്